ഇടുക്കി ജില്ലയിൽ മറയൂരിനടുത്തുള്ള ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ 3 മണിക്കൂർ നീണ്ട ട്രക്കിംഗ് പ്രോഗ്രാമിലെ ചില മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മറയൂരിൽ നിന്നുമാണ് ഞങ്ങൾ ചിന്നാറിലേക്ക് പോകുന്നത്. തലേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ മറയൂരിലെത്തി. അതുകൊണ്ട് രാവിലെ തന്നെ ചിന്നാറിലേക്കുള്ള യാത്ര തുടങ്ങി. യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ കണ്ടത് ചന്ദനക്കാടുകൾക്കിടയിലൂടെ ഞങ്ങളെ നോക്കുന്ന പുള്ളിമാനെയായിരുന്നു. മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ചിന്നാറിലേക്ക് യാത്ര തുടർന്നു. ചിന്നാറിലേക്ക് പോകുന്ന വഴി സംസ്ഥാന പാതയിൽ നിന്നും 8 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയുള്ള മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ഞങ്ങൾ ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഷോർട്ട് ട്രക്കിങ്ങിനായുള്ള ടിക്കറ്റ് എടുത്തു. ആദ്യം പോയത് വാച്ച് ടവറിലേക്കാണ്. ഏകദേശം 50 അടി ഉയരത്തിലാണ് ഈ വാച്ച് ടവർ ഉള്ളത്. ഈ വാച്ച് ടവറിൽ നിന്നുമുള്ള ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണിത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് കാടിനിടയിലൂടെ പുള്ളിമാൻ കൂട്ടങ്ങൾ പതിയെ നടന്നു നീങ്ങുന്നത് കാണുന്നത്. തൊട്ടു താഴെയായാണ് ചിന്നാർ നദി ഒഴുകുന്നത്. അങ്ങോട്ട് വെള്ളം കുടിക്കാനുള്ള പോക്കാണെന്ന് തോന്നുന്നു. താരതമ്യേന കുറവ് മഴ രേഖപ്പെടുത്തുന്ന ഒരു മേഖലയാണ് ഈ വന്യജീവി സങ്കേതം. അതിമനോഹരമായ ഈ കാടിൻ്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങളുടെ കൂടെ ഇന്നുള്ള ഗൈഡ് സബീഷാണ്. ആള് ഈ കാടിനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് അങ്ങനെ മുന്നിൽ നടക്കുകയാണ്. നടന്ന് ഞങ്ങൾ ചെന്നത് കൂട്ടാറ്റിലേക്കാണ്. ഇവിടെയാണ് ചിന്നാർ പാമ്പാർ നദികൾ ഒന്നിച്ചു ചേരുന്നത്. ഈ നദിയുടെ അരികിലായി ആനയും കാട്ടുപോത്തുമൊക്കെ വെള്ളം കുടിക്കാൻ വന്നുപോയതിൻ്റെ കാൽപ്പാടുകൾ സബീഷ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ ചിന്നാർ നദിയുടെ അരികിലൂടെ നടന്നു വേണം നമ്മൾ ആദ്യം യാത്ര തുടങ്ങിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്താൻ. വളരെ ശാന്തമായി ഒഴുകുന്ന മനോഹരമായൊരു നദിയാണ് ചിന്നാർ നദി. പോകുന്ന വഴിയെല്ലാം ഇവരുടെ ചാട്ടവും മറിച്ചിലുമാണ്.
ചാമ്പൽ മലയണ്ണാൻ്റെ തനത് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ ഏക വനപ്രദേശമാണ് ചിന്നാർ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മുന്നിൽ ഒരു ആൺമയിലെത്തിയത്. ഞങ്ങളെ കണ്ടതുകൊണ്ടാവും പെട്ടെന്ന് പറന്നുപോയി. അങ്ങനെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ മനോഹരമായ കാഴ്ചകളും കാടിൻ്റെ മനോഹരമായ ശബ്ദവും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ മടങ്ങി.